ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആപ്പിൾ ഒരു ബ്രാൻഡാണ്, ഹുണ്ടായി ഒരു ബ്രാൻഡാണ്, ഹീറോ ഒരു ബ്രാൻഡാണ്, സുസുക്കി ഒരു ബ്രാൻഡാണ്, സാംസങ് ഒരു ബ്രാൻഡാണ്. ഓരോ ബ്രാൻഡിൻ്റെ പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുമാണ്. ഒരു ബ്രാൻഡ് പൊക്കിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു വ്യക്തി എടുക്കുന്ന എഫർട്ട്, അത് കൊണ്ടുവന്ന ആൾ, അത് ഇൻവെൻറ്റ് ചെയ്ത ആൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെടണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയാം. നിങ്ങൾ പല ആൾക്കാരും ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട്. സോ അതെല്ലാവർക്കും മനസ്സിലാവും. ഈ കാലഘട്ടത്തിലും ഈ സ്കാമിൻ്റെ അകത്തൊക്കെ പെടുന്ന ആൾക്കാരെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആദ്യം ഇത് പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ ആര്യ ബഡായി അവരുടെ ഒരു കാഞ്ചീപുരം എന്നുള്ളൊരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചാണ്. ഇതേ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂൺ ഗോഡസ് എന്ന് പറയുന്ന മറ്റൊരു പേജ്, ആ ഒരു പേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 മാസത്തിന് മുൻപ് എനിക്ക് 1-2 പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെയും അവർക്കും പറ്റുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം വിശദവും വ്യക്തവുമായിട്ട് നമുക്ക് നോക്കാം വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം ഓൺലൈൻ ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പുരുഷന്മാർക്ക് ആയിക്കോട്ടെ, അത് വാങ്ങുന്ന എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ നിങ്ങൾ കുറച്ചധികം ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടും. അതിനു മുമ്പ് എനിക്കിപ്പോൾ വേറൊരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ നോക്കിക്കോളൂ. അങ്ങറ്റത്ത് എന്താണ് അങ്ങറ്റത്തുള്ള സൂര്യൻ അവിടെ കാണുന്നില്ല എങ്കിലും ആ നമ്മുടെ ആ നീലാകാശത്തിൻ്റെ അങ്ങറ്റത്തോ പരപ്പിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന, ബ്ലറായിട്ട് നിൽക്കുന്ന 2 വ്യക്തികൾ. ഓക്കെ, ഒരു മലയുടെ മുകളിൽ നിന്ന് അങ്ങറ്റത്ത് കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ. ആ യുവമിഥുനങ്ങൾ ആരാണ്? മറ്റാരുമല്ല, ആര്യ ബഡായി ആൻഡ് സിബിൻ റങ്ക്. സിബിനും ആര്യയും തമ്മിൽ എൻഗേജ്ഡ് ആയി. അപ്പോൾ അവരുടെ ലൈഫ് മറ്റൊരു വഴിക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഒരുമിച്ച് ഒഴുകട്ടെ. അത് എല്ലാവിധ ആശംസകളും, വളരെ സന്തോഷവും, എന്താ പറയുക, എല്ലാവിധ മംഗളവും, അവരുടെ ജീവിതത്തിൽ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഇതുപോലെ ചെറിയൊരു അത്യാവശ്യത്തിൻ്റെ ഇടയിൽ നിന്ന സമയത്താണ് സിബിൻ വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത്, കാഞ്ചീപുരത്തിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞത്. അപ്പം ഇവർ രണ്ടുപേരും സംസാരിച്ചു. അപ്പോൾ അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ, അവരുടെ ഈ ഒരു കാഞ്ചീപുരത്തിനകത്ത് നടക്കുന്നൊരു കാര്യം, ഇപ്പോൾ നിലവിൽ അവരുടെ ലൈഫ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവിധ ആശംസകൾ. നമുക്കതാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഓക്കെ, ഒരിക്കലും ഒരു ജീവിതത്തിൻ്റെ അകത്തൊരു സെക്കൻഡ് ഓപ്ഷൻ, അതായത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, ആ പാർട്ട്ണറും നമ്മളുമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ, നമ്മൾ എന്ത് കാരണങ്ങളാലും നമ്മൾ അതിൽ നിന്ന് വേറെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് തെറ്റായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ജീവിതത്തിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ്. അവിടെ അവർ ജീവിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമാണ്. ആര്യയുടെ ലൈഫിൻ്റെ അകത്തും കുറേ അധികം സ്ട്രഗിൾസ്, പെയിൻ, പല ഇൻ്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ആര്യ ബിബിയെ കൊണ്ടുപോയ സമയത്ത് നഖശികാന്തം എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ബട്ട് അതൊന്ന് ഗെയിമായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ ലൈഫിൻ്റെ അകത്ത് അവർ വളരെ സക്സസ്ഫുൾ ഒരു ലേഡിയാണ്, ഒരു അമ്മ, ഒരു മകളുടെ അമ്മയൊക്കെയാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഞ്ചീപുരം എന്നുള്ള അവരുടെ എഫേർട്ട് എത്രമാത്രമാണെന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ അവരെടുക്കുന്ന എഫേർട്ട് നമ്മൾ കണ്ടതാണ്. സിബിനും അതിനോടൊപ്പം തന്നെ ഒരു പാർട്ണറായിട്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, എനിക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പം സിബിനും ആര്യയും തമ്മിൽ വളരെയധികം നാളത്തെ സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഇന്ന് അവരുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു. എല്ലാവിധ ആശംസകളും. ഓക്കെ, എല്ലാവിധ ആശംസകളും നന്നായിട്ട് തന്നെ വരട്ടെ. ഇനി അടുത്തത്, ഇവരുടെ ബ്രാൻഡ്, അതായത് ആര്യ ബഡായിയുടെ ബ്രാൻഡ്, ആ ഒരു കാഞ്ചീപുരം എന്ന് പറയുന്നൊരു ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സ്കാം, ആ സ്കാമിന് അലർട്ട് അവർ ഒരു വീഡിയോ ഇട്ടത് മാത്രം ജസ്റ്റ് ഒന്ന്. ഇപ്പോ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അഡ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സെഷൻ ചെയ്യേണ്ടി വന്നത്. ആൻഡ് ഇത് എന്റെ ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എത്ര ഓഡിയൻസ് ഉണ്ടെന്നോ ആരൊക്കെ കാണുന്നുണ്ടെന്നോ ഞാൻ ഒന്നും നോക്കുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഈ ഒരു തൊട്ട് ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ വീഡിയോ ഇട്ട് വീഡിയോസ് വഴി പ്രോഡക്ട്സ് ഷോക്കേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങള് സെയിൽസ് ചെയ്യുന്നത് ഓൺലൈനിൽ. ഇത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, സൈബർ സെല്ലിലും ഞങ്ങള് ഈ പറയുന്ന ഇവരുടെ പേജും ഞങ്ങളുടെ ഈ പൈസ പോയ ഈ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അവർ വളരെ എഫർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡിനെ മറ്റ് കുറച്ച് ആൾക്കാർ ആ ഒരു സ്കാമിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവരുടെ ബ്രാൻഡിനെയും ഇവരുടെ വീഡിയോസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ ചീപ്പ് റേറ്റിൽ ഇവരുടെ സാരീസൊക്കെ കിട്ടും എന്ന് വെച്ചാൽ ഐ തിങ്ക് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഈ പറയുന്ന കാഞ്ചീപുരം ഇവരുടെ ആ ഒരു പ്രോഡക്ട്സ് ഒക്കെ. സീരിയസ്ലി നമുക്ക് പണ്ട് എനിക്കറിയാം,
പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ ഇപ്പോഴത് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അമ്മാവൻ്റെയൊക്കെ കല്യാണം, ആ ഒരു കല്യാണ സമയത്ത് കറാൽ കട എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. കറാൽ കട ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കറാൽ കട എന്നുള്ള സ്ഥലത്ത് പോയിട്ട് എടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം കറാൽ കടയിലാണ് ഏറ്റവും നല്ല ഈ ഒരു കല്യാണത്തിനും ഒക്കെ ഉള്ള നല്ല നല്ല പട്ടും മറ്റുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ നിരന്തരം കേട്ട് പഴകിച്ചിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്രീകരിച്ച് വരുന്ന കുറേയധികം പട്ട് സാരികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുപോലൊരു ബ്രാൻഡാണ് ഇന്ന് കാഞ്ചീപുരം. അപ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂ അതിന് യൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നതാണ് kanjeevaram.in എന്ന് പറയുന്ന ഈ ഒരു പേജാണ് ആര്യ ബഡായുടെ ഒറിജിനൽ പേജ്. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ കാഞ്ചീവരം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാഞ്ചീവരം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ വരുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങളാണ് ഈ കാഞ്ചീവരത്തിൻ്റെ ഇതിൽ ഫേക്കായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്തൊരു കാഞ്ചീവരം സിൽക്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഒരു ടിക്ക് മാർക്ക് അടക്കമുള്ള സംഭവങ്ങളായിട്ടൊക്കെ കാണുന്നുണ്ട്. സോ അവരുടെ ആ ഒരു ബ്രാൻഡിനെ നൈസായിട്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സംഭവിച്ചത്. ഇപ്പം കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഒരു കുട്ടി, ഒന്നിലധികം പേരുണ്ട് തോന്നുന്നു, ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്നൊരു ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അതിനകത്ത് മൂൺ ഗോഡസിൻ്റെ ആ ബ്രാൻഡിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടും. 1000 രൂപയ്ക്ക് താഴേക്ക് എന്തോളൊരു അവർ നന്നായിട്ട് വലിയ എമൗണ്ടിന് വിൽക്കുന്ന ഒരു സാധനം 1000 രൂപയ്ക്ക് താഴെയോ 3 എന്തോ കിട്ടും എന്നുള്ള രീതിയിൽ ഇവർ പൈസ കൊടുത്ത് അവസാനം സ്കാമേഴ്സ് ആണെന്ന് മനസ്സിലായി, ഹിന്ദിക്കാരന്മാരാണെന്ന് മനസ്സിലായി. ആ മനസ്സിലായതിന് ശേഷം ആ കുട്ടി അബദ്ധം പറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഇത് ആർക്കും പറ്റരുത് എന്നുള്ള രീതിയിൽ എനിക്ക് അന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തോ സാഹചര്യങ്ങളുടെ കാരണം കൊണ്ട് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അത് മാത്രമല്ല മൂൺ ഗോഡസിൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല അന്ന് ആ വീഡിയോ ചെയ്യാൻ എന്തോ സാഹചര്യങ്ങൾ. ഇപ്പം ഇവിടെ ഈ കാണുന്നത് മൊത്തം ഇവരുടെ ഈ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറുകളാണ്. kanjeevaram.in 2914 ഇതിനകത്തെല്ലാം പല തരത്തിലുള്ള ഫേക്ക് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഈ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുകയാണ്. ഇതിനകത്ത് ആര്യ പറയുന്നത് കേൾക്കാം. മൂപ്പ ഇത് ഇത്രയും ഇന്ന് കണ്ടതാട്ടെ, ഇന്ന് പൊട്ടിമുളച്ച് ഇന്ന് വന്ന ഫേക്ക് പേജസ് ആണ് ഇത് രണ്ടെണ്ണവും. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. രണ്ടും നമ്മുടെ ലോഗോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓബ്വിയസ്ലി എല്ലാത്തിലും നമ്മുടെ വീഡിയോസ് ആണ് എടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പേജുകൾ നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പേജുകളുടെ അകത്ത് മൊത്തം ഇവിടെ ഈ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇപ്പം ആര്യ ആ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ അല്ല, അതിനെല്ലാം വളരെ ഷിപ്പിംഗ് ചാർജ് കുറവ്, നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ കാശ് വാങ്ങി പറ്റിക്കുന്നു. പക്ഷേ കബളിപ്പിക്കപ്പെടുന്ന ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യം, ഈ ഒരു സാധനം പൈസ അടയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പം ആര്യയുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പൈസ കൊടുക്കുന്നതാണ്, നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യം അവരുമായിട്ട് ഡീൽ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. 12K ഉള്ള ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ്. പിന്നെ ഈ ഒരു ടീമുണ്ട്, ഈ കാഞ്ചീവരൻ സിൽക്ക് സാരീസ് പറഞ്ഞ് ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചേക്കുന്ന ഈ വെളുത്ത ലോഗോ വരുന്നത്, ഇവരാണ് ഈ സാധനം തുടങ്ങിയത്. ഫസ്റ്റ് സാധനം ഈ സ്കാം പരിപാടി ഫസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവരാണ്. ഇവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ 12K ഫോളോവേഴ്സ് ആയി. ഇപ്പൊ ഇവർക്ക് അറൌണ്ട് 30K മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഇവർ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 ആഴ്ചയോളമായി. ഇവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിച്ച് കാശെടുത്ത് മുങ്ങിയിരിക്കുന്ന ടീം. ഈ പെർട്ടിക്കുലർ പേജ് ആണ്. ഇതേ ആൾക്കാർ തന്നെയാണ് ഈ ബാക്കി ഫേക്ക് പേജസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ബിസിനസ് പിടികിട്ടി, കാരണം ഇഷ്ടം പോലെ കാശ് അവരുണ്ടാക്കി. അപ്പൊ അവർ മൾട്ടിപ്പിൾ പേജസ് നമ്മുടെ വീഡിയോ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് പേജ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത പേജ് ഈ പേജാണ്. ഇതില് ഈ ലോഗോ നമ്മുടെ അല്ല, ഈ പേര് നമ്മുടെ അല്ല, ഇതൊന്നും നമ്മുടെ അല്ല. എന്നിട്ട് പോലും ആൾക്കാർ ഇതിനകത്ത് പോയി വീണു എന്നുള്ളതാണ്. ജസ്റ്റ് ബിക്കോസ് അതിനകത്ത് കിടക്കുന്ന വീഡിയോസ് മുഴുവൻ ഞങ്ങളുടെ വീഡിയോസ് ആണ്. അതുകൊണ്ട് മനസ്സിലായല്ലോ. അതായത് ആര്യ ബഡായിയുടെ ആ ഒരു അവരുടെ പേര് എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്നുള്ള ആര്യ ബഡായി ബംഗ്ലാവിൽ ആര്യ, ബിഗ് ബോസിലേക്ക് പോയ ആര്യ, അതുപോലെ തന്നെ അവരിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ കൂടെയാണ്. അപ്പം അങ്ങനെയുള്ള ആര്യയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ, അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിനെ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മൂൺ ഗോഡസ്, അവരും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊരു സംഭവമാണ്. പിന്നെ കുറേ അധികം കാര്യങ്ങൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്, വേറെ കാര്യം. പക്ഷേ ഈ ആര്യയുടെ ഈ ഒരു പ്രോഡക്റ്റിന് അത്രയും ക്വാളിറ്റി, ആൾക്കാർക്ക് അത്രയും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും എവിടെയും കാണാൻ കഴിയത്തില്ല. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള സാധനമായതുകൊണ്ട് തന്നെ ആര്യയുടെ പ്രോഡക്റ്റ് വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്നു. 2000 രൂപയ്ക്കോ അതിന് താഴെ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും എമൗണ്ടിന് കിട്ടുമോ, 5000 രൂപയ്ക്കുള്ള 10000 രൂപയ്ക്കുള്ള സാധനം 2000 രൂപയ്ക്ക് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് ആൾക്കാർ ചെന്ന് വീണ് പോവുകയാണ്. പക്ഷേ നിങ്ങൾ അപ്പോൾ ചിന്തിക്കണം, അറ്റ്ലീസ്റ്റ് അവരൊന്ന് വിളിച്ചെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ പോയി ചെന്ന് വീടരുത്. ആര്യ ബോട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം അവരെ തന്നെ സംഭവം ചെയ്ത് ഭയങ്കരമായിട്ടുള്ളൊരു സ്കാമാണ്. അതിനകത്തെല്ലാം ഇതിനകത്ത് ഇനി ഇത് കണ്ടിട്ട് ആരും കൊണ്ട് പൈസ അയക്കരുത്.
ലവ് കുഷ് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ കണ്ടിട്ടും ആൾക്കാർ കൊണ്ട് പൈസ ഇട്ട് കൊടുത്തുള്ളത്. അതിനകത്ത് വ്യക്തമായിട്ട് കാണാം, ആ നമ്മുടെ QR കോഡിൻ്റെ അകത്ത് വ്യക്തമായിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ഡെലിവറി കംപ്ലീറ്റ് 2-3 days ഡെലിവറി. ഇതുപോലും നേരാമണ്ട് എഴുതാനും വായിക്കാനും അറിയാത്തവന്മാരുടെ അടുത്താണ് ഇവർ കൊണ്ട് പൈസ. ദിസ് ഇസ് മൈ ഓൾഡ് പേജ്, ന്യൂ പേജ് ഹാസ് ബീൻ ഓപ്പൺഡ് ഫോർ സീലിങ്ങോ? എന്ത് സീലിങ്? മറ്റേ സീലിംഗ് ആണോ? ഓക്കെ, എനിവേ ആ പ്രൈസ് 2000. ഇത് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ അട്രാക്റ്റഡ് ആവും. സോ നിങ്ങൾ പറ്റിക്കപ്പെടരുത്. ഹായ് ദീപാലിയോ, ഹായ് പ്ലീസ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി, ഐ ഹാവ് പെയ്ഡ് ഓൾറെഡി. ഇത് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ വേറൊരു ആൾ ആര്യക്കെതിരായിട്ടൊക്കെ ഒരു കമൻറ്റാണ്, നിങ്ങളെന്താ ആൾക്കാരെ ആളെ പറ്റിക്കുന്നു? 2000 രൂപീസ് സാരിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കാശ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്തൊന്നും ഇല്ലാത്ത 550 രൂപീസ് ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു. ഫസ്റ്റ് അത് പറയുന്നത് കൊണ്ട് ഞാൻ സാരി വേണ്ടെന്ന് പറഞ്ഞു, ക്യാഷ് റിട്ടേൺ തരാൻ പറഞ്ഞപ്പോൾ നോ റിപ്ലൈ, കാൾസും എടുക്കുന്നില്ല. അല്ല ആളെ പറ്റിച്ചാണോ സെയില് നടത്തുന്നത്? സോ ഇതിനകത്ത് ആര്യയ്ക്കോ അല്ലെങ്കിൽ ഈ ഒരു കാഞ്ചീവരം സിൽക്സിനോ അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് നിങ്ങളുടെ മണ്ടത്തരത്തിൽ നിങ്ങൾ കൊണ്ട് വീണുപോയതാണ്. അറ്റ്ലീസ്റ്റ് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ ഒരാൾ പറയുന്നു നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നു, വീണ്ടും ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞ് വീണ്ടും കാശ് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്കാമിൻ്റെ അകത്ത് പോയി നിങ്ങൾ പെട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് കളഞ്ഞിട്ട് അവരെ കുറ്റം പറയുന്നത് ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം, അവരതിനകത്ത് ലീഗൽ ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതുപോലുള്ള കമന്റ്സ് ആണ്. അതായത് ഈ പറയുന്ന ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ഈ സാറ ക്രിസ്റ്റി എന്ന് പറയുന്ന ലേഡി കമന്റ് ഇട്ടിരിക്കുന്നത് എന്റെ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന് ഇവർ കമന്റ് ഇട്ടേക്കുന്നത്. അതായത് ഇവര് പറയുന്നത് ഞങ്ങൾ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സോ ഇതുപോലെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ അങ്ങ് പറഞ്ഞ് അവരങ്ങ് അപമാനിക്കുന്ന രീതിയിലേക്കുള്ള കമന്റ്. പക്ഷേ ഇവരത് ചെയ്തിട്ടില്ല. ബഡായി ആര്യയുടെ ബഡായി ഇംഗ്ലീഷ് നിർത്തുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് പോലും ചോദിക്കുമ്പോൾ അവർ വീഡിയോ അയച്ചിരിക്കുകയാണ്. അവരുടെ ഇൻസ്റ്റാ പേജിൽ പോലും ഇത് പിൻ ചെയ്തിരുന്നില്ല. നമ്മളൊരു ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് വീഡിയോ അയച്ചത്. ഇതെല്ലാം ഈ വാങ്ങി എന്ന് പറയുന്ന സാധനം മൊത്തം മറ്റേ നേരത്തെ ആര്യ പറഞ്ഞ ഇവരാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ സ്കാമേഴ്സിൻ്റെ ആ ഒരു സൈറ്റിൻ്റെ അകത്ത് പോയി പൈസയും കൊടുത്ത് എല്ലാം കളഞ്ഞതിന് ശേഷം അവർ അവസാനം ഇവർക്കെതിരെ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. സോ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ അകത്ത് ആര്യയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? പിന്നെ ഒരു കാര്യം, അവരുടെ ബ്രാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സീരിയസ്ലി അവർക്ക് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സ്കാമേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ജോബ് ഓഫർ ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളടക്കം ജോബ് ഓഫർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളുടെ സ്കാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഓൺലൈനായിട്ടുള്ള പ്രോഡക്ട്സുകളുടെ എന്താണ് വളരെ ചെറിയ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഫോൺ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഐഫോണിന് 1.5 ലക്ഷം രൂപയ്ക്കുള്ള 1 ലക്ഷം രൂപയ്ക്കുള്ള ഐഫോൺ, സാംസങ്ങിൻ്റെ ഫോൺ, ഗാലക്സിയൊക്കെ നിങ്ങൾക്ക് 2000-5000 രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കാം നടക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം നിങ്ങൾ കൊണ്ട് പൈസ ഇടുന്നെങ്കിൽ നിങ്ങൾ മണ്ടന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ. സോ ആ മണ്ടത്തരം ബുദ്ധിശൂന്യതയും കാണിക്കാതിരിക്കുക. ഇതിനകത്ത് ഇവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല. ഇതിനകത്ത് അതുപോലെ തന്നെ സെയിം തിങ് മൂൺ ഗോഡസ് എന്നുള്ളൊരു പേജ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, എവിടെയെങ്കിലും എന്താണ് ഒരു നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്ന ബ്രാൻഡുകളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേയധികം ബ്രാൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുടെ എഫേർട്ടിനെ കുറേ അധികം സ്കാമേഴ്സ് ഇരുന്ന് കുത്തിയിരുന്ന് അതിനെ പൈസയാക്കി അവരുടെ പോക്കറ്റിലേക്ക് പൈസ മാറ്റിയിട്ട് ഈ പറഞ്ഞ പൈസ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ബ്രാൻഡ് ഉണ്ടാക്കിയ ആളോട് ദേഷ്യം വരുന്നത്. അവരുടെ മണ്ടത്തരം കാണിച്ചിട്ട് പൈസ കൊണ്ട് കളഞ്ഞു. പക്ഷേ അവർക്ക് തോന്നുന്ന ദേഷ്യം മൊത്തം ഈ പറയുന്ന ബ്രാൻഡ്. ഇപ്പം ആര്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വല്ലതും അറിഞ്ഞ ആളാണോ? അല്ല. ആര്യ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പേജുകളാണെങ്കിൽ നോക്കിയപ്പോഴേക്കും 100 കണക്കിന് പേജ് ഇപ്പോൾ അല്ലെങ്കിൽ 10-ലധികം പേജുകൾ ഇപ്പോൾ ആര്യ ബഡായുടെ ഈ കാഞ്ചീവരം സിൽക്സുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ വീണ്ടും ഇനിയും വന്നേക്കാം. ആ പേജുകളെല്ലാം അത് വാലിഡ് ആണോ? അറ്റ്ലീസ്റ്റ് ആ ഒരു പേജ്, അപ്പോൾ ആര്യയുടെ പേജ് അത് എത്രയ്ക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും? ആര്യ ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ആര്യയുമായിട്ട് കണക്റ്റഡ് ആണോ? ആ പേജ് ഫോളോ ചെയ്തിരിക്കുന്നിട്ട് ആര്യ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറ്റ്ലീസ്റ്റ് നോക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ഇത്ര വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു, നേരെ ആര്യ ബഡായി എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റയിലേക്ക് കയറുക. എന്നിട്ട് അതിൽ കാഞ്ചീവരം എന്നുള്ള സംഭവം അവർ തന്നെ അതിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയി നോക്കൂ. അവിടെ നോക്കുമ്പോൾ ഈ സാധനം ഉണ്ടോ നോക്കൂ. അല്ലെങ്കിൽ ആര്യയ്ക്ക് DM ചെയ്യൂ, അല്ലെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ. അവരുടെ കസ്റ്റമർ സർവീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വിളിച്ചു നോക്കൂ. വെറുതെ ഒരു സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനത്തിൽ അവർ ഇത്രയും പടുത്തുയർത്തി അവരുണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡിനെ ഇങ്ങനെ താറടിച്ച് കാണിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് അവരുടെ ലൈഫിനെ നശിപ്പിക്കുക. അവർ മറ്റൊരു ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരിവ്, സിബിനുമായിട്ടുള്ള ജീവിതം അവർ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ ഒരു നല്ലൊരു ജീവിതത്തിൻ്റെ മറ്റൊരു മൊമെൻറ്റിൽ അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രീതിയിലേക്ക് അവർ പോലും അറിയാത്ത കാര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ട് പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ വളരെയധികം ദയനീയമാണ്.
അത് സത്യം പറയാം നിയമത്തിൻ്റെ മുമ്പിൽ അവരെത്ര ഈ പറയുന്ന ആൾക്കാരെ അവരുടെ പേജുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ സൈബർ സെല്ലിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ചില പേജുകൾ റിമൂവ് ചെയ്യപ്പെട്ടേക്കാം, പേജുകൾ ഇന്ന് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം, നാളെ വീണ്ടും വന്നേക്കാം. പക്ഷേ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ വാങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഇത് ഒറിജിനൽ പേജിൽ തന്നെയാണോ ഞാൻ എത്തിയിരിക്കുന്നത്, ഇത്രയും റേറ്റിൽ കുറച്ച് കൊടുക്കാൻ പറ്റുമോ, അവരുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യൂ. സോ സ്കാമേഴ്സ് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള സാധനങ്ങളുടെ ചെറിയ ചീപ്പ് റേറ്റിന് കിട്ടുമെന്നൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് തല കൊണ്ട് ചിന്തിക്കുക പ്ലീസ്. അതിനുശേഷം നിങ്ങളെ പൈസ കൊണ്ട് കളയുക. ഓക്കെ, അത് ഒരുപാട് പേര് അഫക്റ്റഡ് ആവുന്നുണ്ട്. പല ആൾക്കാരും മുൻപിൻ ധാരണയില്ലാതെ ഇത്രയും വലിയ പ്രോഡക്റ്റ് ഇത്രയും ചെറിയ എമൗണ്ടിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഇതിന് മുൻപ് ഇഷ്ടം പോലെ ഞാൻ ഈ സ്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വീഡിയോസ് ഈ ഡ്രസ്സെന്നല്ല മറ്റ് പലതിൻ്റെ സ്കാമിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ചാനൽ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. എന്തായിരുന്നാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ വൺസ് അഗൈൻ ആര്യയ്ക്കും സിബിനും 1000 വിവാഹത്തിലേക്ക് കടക്കുകയാണ്. വിവാഹ മംഗളാശംസകൾ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നു. ജീവിതം സുന്ദരവും സുരഭിലവും സന്തോഷപരമായിരിക്കട്ടെ എന്ന്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.